പ്രിയമുള്ളവരെ നമസ്കാരം. വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏവരും ആകാംക്ഷയോടുകൂടി കാണുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലം. മഞ്ചേശ്വരം മണ്ഡലത്തിലെ നിലവിലെ MLA 2021 കേരള നിയമസഭയിലേക്ക് ആദ്യമായി വിജയിച്ച AKM അഷ്റഫ് MLA ആണ്. ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് AKM അഷ്റഫ് 2021 നിയമസഭയിലേക്ക് എത്തിയത്. മഞ്ചേശ്വരം മണ്ഡലം ഏറ്റവും കൂടുതൽ കേരള സംസ്ഥാനത്ത് രാഷ്ട്രീയമായി പ്രസക്തി നേടുന്നത് അവിടെ UDFും BJPയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്ന മണ്ഡലമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ AKM അഷ്റഫ് എന്ന് പറയുന്ന നേതാവ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി 2021 കന്നി അംഗത്തിനിറങ്ങിയപ്പോൾ എതിരാളിയായിട്ട് കടന്നു വന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രൻ ആയിരുന്നു. സുരേന്ദ്രനും AKM അഷ്റഫും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ഏകദേശം 800 വോട്ടുകൾക്കാണ് AKM അഷ്റഫ് നാമമാത്രമായിട്ടുള്ള വോട്ടുകൾക്കാണ് വിജയിച്ചുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയുടെ പടി കടന്നു വന്നത്. എന്നാൽ 2026 എത്തി നിൽക്കുമ്പോൾ ആകാംക്ഷ നിർഭരമായിട്ടുള്ള കാര്യങ്ങളാണ് മഞ്ചേശ്വരം മണ്ഡലത്തെ രാഷ്ട്രീയ പ്രസക്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. വർഷം 5 കഴിഞ്ഞു. 5 കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങളുടെ മേമ്പൊടിയുമായിട്ടാണ് AKM അഷ്റഫ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഒരു അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ കർണാടകയിലെ ശിരൂരിൽ മണ്ണിനടിയിൽ പെട്ടപ്പോൾ ഉണ്ടായ ഒരു കാര്യം. ശിരൂരിൽ മണ്ണിനടിയിൽ അകപ്പെട്ട അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 10-25 ദിവസക്കാലം ആ ശിരൂരിൽ പോയി അവിടുത്തെ മുഴുവൻ ഭരണകൂടങ്ങളുടെയും ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽ അത് പെടുത്തി കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെയും കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സിദ്ധാരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും ഒക്കെ ശ്രദ്ധയിൽ ആ വിഷയം വളരെ കാലിക പ്രസക്തമായ രീതിയിൽ MK രാഘവൻ MP ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും അർജുനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അർജുനെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അടിയന്തരമായിട്ട് അവിടെ നടപടികളിൽ ഏകോപിപ്പിക്കുവാൻ AKM അഷ്റഫ് MLAക്കായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ മതേതരത്വ ബോധം. ഈ നാട്ടിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഐക്യജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രമുഖ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് എടുക്കുന്ന സമീപനം, നമ്മുടെ രാജ്യത്ത് ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് രാജ്യമെമ്പാടും ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാകുമെന്ന കലാപമംഗിലമായ സാഹചര്യം ഉണ്ടായപ്പോൾ ഈ കേരളത്തിലെ മുസ്ലിങ്ങളോട് മുഴുവൻ ഒരൊറ്റ ക്ഷേത്രങ്ങളുടെയും ഒരു ജനൽപ്പാളി പോലും ആക്രമിക്കപ്പെടാൻ പാടില്ല. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാഷ്ട്രത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഒരു ജനൽപ്പാളിയെങ്കിലും ഒരു മുസൽമാൻ ആക്രമിക്കുകയാണെങ്കിൽ അവരാരും മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ തിരികൊളുത്തിയ അല്ലെങ്കിൽ മുറുകെ പിടിച്ച മതേതരത്വ ബോധം, ആ മതേതരത്വ ബോധം അടിയുറച്ച് മനസ്സിൽ സൂക്ഷിക്കുന്ന AKM അഷ്റഫ് നമ്മുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം ആ മഴയത്ത് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അർജുന്റെ ശരീരം ജീവനോടുകൂടി ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ മുട്ടാത്ത വാതിലുകളില്ല. ആ അർജുന് വേണ്ടിയിട്ട് പോയ ആ ആത്മാർത്ഥത, ആ സത്യസന്ധത, കേരളത്തിന്റെ ഒരു പുത്രന് വേണ്ടിയിട്ട് ജാതി മതഭേദമന്യേ ഒരു നേതാവ് നടത്തിയിട്ടുള്ള പരിശ്രമം, ആ ഒരൊറ്റ പ്രവർത്തനം മതി AKM അഷ്റഫ് എന്ന് പറയുന്ന ഒരു പളുങ്കു പോലെയുള്ള ഒരു പൊതുപ്രവർത്തകൻ. അതായത് AKM അഷ്റഫിനെ നിങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും, അദ്ദേഹം വലിയ കപടമായ രാഷ്ട്രീയമായിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ എപ്പോഴും വലിയ തൂവെള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മനുഷ്യരുമായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും അത്തരത്തിൽ മനുഷ്യരുമായിട്ട് അകലം പാലിക്കുന്ന ഒരു ജനപ്രതിനിധി അല്ല AKM അഷ്റഫ്. അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കിടയിലാണ്. ജനങ്ങൾക്കിടയിൽ വിയർത്തുകൊണ്ട് എപ്പോഴും പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA. ഏറ്റവും ഒടുവിൽ ഞാൻ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി അവിടെ അന്യായമായ രീതിയിൽ ഒരു നടപടി സ്വീകരിച്ചു. മഞ്ചേശ്വരം നിവാസികളെ വളരെ മോശകരമായ രീതിയിലും കേരളത്തിലെ ജനങ്ങളെ പൊതുവായി ഉപരിതല മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ പറയുന്നതിന് വിരുദ്ധമായിട്ട് അവിടെ ഒരു ടോൾ പ്ലാസ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്
അതിശക്തമായ രീതിയിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ.കെ.എം. അഷ്റഫ്. അവിടെ വലിയ സമരം നടന്നു. ആ ടോൾ പ്ലാസയിലേക്ക് ജനങ്ങൾ ഇരമ്പിയാർന്നു പോകുന്നതും അതിശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള നീറുന്ന പ്രശ്നങ്ങളിൽ, വിഷയങ്ങളിൽ അതിശക്തമായിട്ട് ഇടപെടുന്ന ഒരു MLA ആണ് എ.കെ.എം. അഷ്റഫ് എന്ന് പറയുന്ന ജനപ്രതിനിധി. അതുമാത്രമല്ല, അദ്ദേഹം ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സമീപിക്കുവാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് മാറിയിരിക്കുന്നു. ഒട്ടേറെ സുഹൃത്തുക്കൾ കാസർഗോഡ് മണ്ഡലത്തിലെ, മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ള എനിക്ക് CPM-ലെ പെട്ട ഒരു ആൾ പറഞ്ഞ ഒരു അനുഭവമാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന് ഒരു അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശത്തെ ഏറ്റവും വലിയ CPM-ന്റെ DYFI-യുടെ പ്രവർത്തകന്റെ പിതാവിന് ഇത്തരത്തിലൊരു അസുഖം വന്നപ്പോൾ യാതൊരു തരത്തിലും ചികിത്സയ്ക്കായിട്ട് വലിയ സാമ്പത്തിക ബാധ്യത ഉള്ള ഒരു പ്രശ്നം വന്നപ്പോൾ എ.കെ.എം. അഷ്റഫ് ആ വിഷയത്തിൽ ഇടപെടുകയും അതിനകത്ത് സർക്കാരിന്റെ സഹായങ്ങൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയടക്കം, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയടക്കം വാങ്ങിക്കൊടുക്കുക മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ ഒരു സഹായം അവർക്ക് നേരിട്ട് വാങ്ങിക്കൊടുത്തു എ.കെ.എം. അഷ്റഫ്. അപ്പോൾ ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത്, ഞാനൊരു DYFI-യുടെ പ്രവർത്തകനായതുകൊണ്ട്, അദ്ദേഹം ഒരു UDF-ന്റെ MLA ആയതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ ഇടപെടുമോ എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ എ.കെ.എം. അഷ്റഫ് എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഞാൻ എൻ്റെ രാഷ്ട്രീയം, എൻ്റെ വിശ്വാസം, എൻ്റെ ആയിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളും രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എ.കെ.എം. അഷ്റഫ് എന്ന് പറയുന്ന ജനപ്രതിനിധിയെ അടുത്ത് ഇടപഴകിയപ്പോഴാണ് ആ മനുഷ്യന്റെ ആത്മാർത്ഥത മനസ്സിലായത് എന്ന്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ മണ്ഡലത്തിലുള്ള നിങ്ങൾക്കും നിരവധി സുഹൃത്തുക്കൾ പലപ്പോഴും ചിലപ്പോൾ മഞ്ചേശ്വരത്തൊക്കെ ഉണ്ടായിരിക്കാം. എ.കെ.എം. അഷ്റഫുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ പോലും ഒരിക്കലും നിരാശനായ ഒരു കാഴ്ച ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ കടന്നു വരണം. ഞാൻ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പറയുകയല്ല, മറിച്ച് നിഷ്പക്ഷമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് സമീപിക്കുവാൻ കഴിയുന്നവരായിരിക്കണം തങ്ങളുടെ MLA-യും MP-യും ഒക്കെ. അത്തരത്തിൽ ഏതൊരാൾക്കും ഏതു സമയത്തും പോയി സമീപിക്കുവാൻ കഴിയുന്ന എ.കെ.എം. അഷ്റഫ് ഈ 2026-ൽ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് 800 വോട്ടുകൾക്ക് വിജയിച്ച എ.കെ.എം. അഷ്റഫ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് 25,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മഞ്ചേശ്വരത്ത് നിന്ന് വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ളിൽ അദ്ദേഹത്തെ പല കെണികളിലും പെടുത്താനുള്ള പരിശ്രമങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള എതിരഭിപ്രായമുള്ളവർ പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പല കേസുകളിൽ കൊടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും വിലപ്പോകുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ നമുക്ക് അനിവാര്യമാണ്. എ.കെ.എം. അഷ്റഫ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി കേരള നിയമസഭയിലേക്ക് എത്തുമെന്നായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക്സ്.